സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുന്നു നടി വിൻസി അലോഷ്യസ്. ഫിലിം ചേംബറിനും സിനിമയുടെ ഇന്റേണൽ കംപ്ലൈന്റ് അതോറിറ്റിക്കുമാണ് പരാതി നൽകിയത്. സഹിൻ ആന്റണി ചേരുന്നു നമുക്കൊപ്പം. സഹിൻ, ആ നടൻ ആരെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു വിൻസി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ പല ഘട്ടങ്ങളിലും ആളുകൾക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതായത് വിൻസി പറയുന്ന നടൻ ഷൈൻ ടോം ചാക്കോ ആണോ എന്നുള്ളൊരു സംശയം ആളുകൾക്കുണ്ടായിരുന്നു. എന്നാൽ അത് ആ സംശയമായി മാത്രം നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം മാറിയിരിക്കുന്നു. വിൻസി തന്നെ ഇന്റേണൽ കംപ്ലൈൻറ്റ് അതോറിറ്റിക്കും ഒപ്പം തന്നെ മറ്റൊന്ന് ഫിലിം ചേംബറിനും ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയിരിക്കുകയാണ്. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ തന്നോട് സിനിമയുടെ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറി എന്നുള്ളതാണ് വിൻസിയുടെ പരാതി. നേരത്തെ തന്നെ വിൻസി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഫേസ്ബുക്ക് ലൈവിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഒരു നടൻ തന്നോട് മോശമായി പെരുമാറി, മാത്രമല്ല അയാൾ ലഹരി ഉപയോഗിച്ച ശേഷമായിരുന്നു തന്നോട് മോശമായി പെരുമാറിയത്. സിനിമയുടെ ആക്ഷൻ സീനുകളിൽ ഇയാൾ സംസാരിക്കുമ്പോൾ വെളുത്ത പൊടി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതായത് വെളുത്ത പൊടി എന്ന് പറയുന്നത് ഈ ലഹരിയെ തന്നെയാണ്. ഒരുപക്ഷെ കൊക്കൈനോ അതേപോലെ തന്നെയുള്ള മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി മരുന്നോ ആയിരിക്കാമെന്നുള്ള ഒരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വിൻസി ഈ പരാതി നൽകിയ സാഹചര്യത്തിൽ ഇത് സ്വാഭാവികമായും പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതായി വരും, അല്ലെങ്കിൽ ICCക്ക് ഈ പരാതി പോലീസിന് കൈമാറേണ്ടതായി വരും. അങ്ങനെ വരികയാണെങ്കിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസിന് കേസെടുക്കേണ്ടതായി വരും. വിൻസി നേരത്തെ തന്നെ ഈ പരാതിയെക്കുറിച്ച് ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു. തനിക്കെതിരെ ഒരു നടൻ്റെ മോശം പെരുമാറ്റമുണ്ടായിരുന്നു, എന്നാൽ ആ നടന് സിനിമ കിട്ടുന്നുണ്ട്, അവരെയൊക്കെ ഇപ്പോഴും അഭിനയിക്കുന്നു എന്നുള്ളതായിരുന്നു വിൻസിയുടെ പരാതിയിൽ പറഞ്ഞിരുന്നത്. എന്തായാലും നടൻ ഷൈൻ ടോം ചാക്കോ തന്നെയാണ് ആ നടൻ എന്നുള്ളൊരു കാര്യം വ്യക്തമായിരിക്കുകയാണ്. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി വന്നിരിക്കുകയാണ്. മുൻപ് കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടൻ ഷൈൻ ടോം ചാക്കോ പിടിയിലായിട്ടുണ്ട്. അന്ന് ആ പിടിയിലായ കേസ് ഈ കഴിഞ്ഞ 2 മാസം മുൻപ് മാത്രമാണ് ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തനാണെന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് അതിനുശേഷം ഈ ആലപ്പുഴയിൽ ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടൻ ഷൈൻ ടോം ചാക്കോയുടെ പേര് ഉയർന്നു വന്നിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വിൻസി അലോഷ്യസും ഇത്തരത്തിലുള്ള ഒരു പരാതി പറയുന്നത്. ഒരു സിനിമയിലെ നടിയായ വിൻസി അലോഷ്യസ് സൂത്രവാക്യമെന്ന ആ സിനിമയിൽ അഭിനയിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റമുണ്ടായത്. ആ പെരുമാറ്റത്തിനെതിരെയാണ് നടി വിൻസി അലോഷ്യസ് ഫേസ്ബുക്കിലെത്തുകയും നവമാധ്യമങ്ങളിലൂടെ തൻ്റെ പരാതി പറയുകയും ചെയ്തത്. പിന്നീട് ഇത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്തായാലും നടി വിൻസി അലോഷ്യസ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. അത് ICCക്കും ഒപ്പം തന്നെ ഫിലിം ചേംബറിനുമാണ് ഇത്തരത്തിലുള്ള പരാതി നൽകിയിരിക്കുന്നത്. സഹീൻ, ഈ പറയുന്നത് പോലെ നേരത്തെയും പലവട്ടം ഈ ലഹരി കേസുകളിൽ പ്രതിയായിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോ. ഇപ്പോൾ നിലവിൽ പോലും അയാൾക്കെതിരെ കേസുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വിൻസി അലോഷ്യസ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ ഫിലിം ചേംബർ പറഞ്ഞിരുന്നു, നടന്റെ പേര് പരസ്യമായി പറയാൻ കഴിയില്ലെങ്കിൽ രഹസ്യമായി പറഞ്ഞാലെങ്കിലും നടപടിയിലേക്ക് പോകാം എന്ന് ഫിലിം ചേംബർ പറഞ്ഞിരുന്നു. ഇപ്പോൾ നടി ആ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കെ ഇനി ഈ നടന് ഒരു വിലക്കിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ? ഇനി എങ്ങനെയായിരിക്കും ഈ നടനെതിരായ നടപടികൾ വരിക? വിലക്ക് എന്നുള്ളതിനപ്പുറം പോലീസ് കേസിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പോലീസും എക്സൈസും ഈ കേസ് എടുക്കേണ്ടതായി വരും. സ്വാഭാവികമായും നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി ഉയർന്നു വന്നപ്പോൾ പരാതികൾ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ലായിരുന്നു. മുൻപ് 2 പരാതികൾ ഉണ്ടായിരുന്നെങ്കിലും ആ പരാതികളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ലായിരുന്നു. മറ്റൊന്ന് ഒരു ചെറിയ തിരുത്തുണ്ട്. അതായത് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നിലവിൽ കേസുകളൊന്നും തന്നെ ഇല്ല. മുൻപ് ഒരു കൊക്കൈൻ കേസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കൊക്കൈൻ കേസിൽ അയാൾ കുറ്റവിമുക്തനായിരുന്നു. പിന്നീട് ഇപ്പോൾ ആലപ്പുഴയിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടൻ ഷൈൻ ടോം ചാക്കോയുടെ പേര് ഉയർന്നു വന്നെങ്കിലും അയാളെ ഇതുവരെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല, എക്സൈസ് ചോദ്യം ചെയ്തിട്ടില്ല. ഏറ്റവും ഒടുവിൽ പരാതി വന്നിരിക്കുന്നത് വിൻസി അലോഷ്യസിൻ്റെ പരാതിയാണ്. ആ പരാതിയിൽ വിൻസി പേര് പറയുന്നു എന്നുള്ളതാണ്. വിൻസി പേര് പറഞ്ഞ സാഹചര്യത്തിൽ സ്വാഭാവികമായും നടൻ ഷൈൻ ടോം ചാക്കോയിലേക്ക് അന്വേഷണം പോകേണ്ടതായി വരും. പോലീസിന് വെറുതെ ഇരിക്കാൻ കഴിയുകയില്ല, എക്സൈസിന് വെറുതെ ഇരിക്കാൻ കഴിയുകയില്ല. ICCക്ക് ഇതിൽ നടപടി കൈക്കൊള്ളേണ്ടതായി വരും. സൂത്രവാക്യമെന്ന സിനിമയുടെ ഇന്റേണൽ കംപ്ലൈൻറ്റ് അതോറിറ്റിയാണ്. അവർക്ക് ഈ പരാതി പോലീസിന് കൈമാറേണ്ടതായി വരും. മറ്റൊന്ന് ഫിലിം ചേംബറാണ്. ഫിലിം ചേംബറിനും ഈ പരാതി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറേണ്ടതായി വരും. തുടർന്ന്
സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം നടപടി സ്വീകരിക്കണമോ അത് ഫിലിം ചേംബറിന് സ്വീകരിക്കാവുന്നതുമാണ്. നടി പറഞ്ഞതനുസരിച്ച് ലഹരി ഉപയോഗിക്കുന്ന പലരും ഉണ്ടെന്നും സിനിമാ സെറ്റിൽ തന്നെ ഉപയോഗങ്ങൾ ഉണ്ടെന്നും നേരത്തെ അറിയായിരുന്നു. വ്യക്തിപരമായി ലഹരി ഉപയോഗിക്കുന്നതൊക്കെ അവരുടെ തന്നെ കാര്യമാണ്. പക്ഷേ സിനിമാ സെറ്റിൽ ഉപയോഗിച്ച് അത് മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകുമ്പോൾ അത് സഹിക്കാൻ കഴിയില്ല എന്നാണ് നടി തന്നെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ സിനിമാ സെറ്റിലേക്കൊക്കെ പോലീസ് അന്വേഷണം, എക്സൈസ് അന്വേഷണം ഒക്കെ എത്തുന്നു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. കാരണം നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും പോലീസും എക്സൈസും ഈ സെറ്റുകളിൽ പരിശോധന നടത്താൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി പലയിടങ്ങളിലും പരിശോധനയും നടന്നിരുന്നു. പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇനി ഇത്തരം കടുത്ത നടപടികളിലേക്ക് പോലീസിനും എക്സൈസിനും നീങ്ങേണ്ടതായി വരും. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നേരത്തെ സേതു പറഞ്ഞതുപോലെ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇയാൾ ലഹരിമരുന്ന് ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. മുൻപ് ടിനി ടോം ഇത്തരത്തിലൊരു നടനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അഭിനയിക്കുമ്പോൾ തനിക്ക് നന്നായി അഭിനയിക്കാൻ പറ്റുന്നു എന്ന് ആ നടൻ പറഞ്ഞിരുന്നു. ലഹരി ഉപയോഗിച്ചതിന് ശേഷമാണ് തനിക്ക് നന്നായി അഭിനയിക്കാൻ കഴിയുന്നത്. പക്ഷേ അയാളുടെ പല്ലുകളടക്കം ദ്രവിച്ചു പോയി എന്നുള്ളതായിരുന്നു ടിനി ടോം പറഞ്ഞിരുന്നത്. എന്നാൽ അന്ന് ആ നടൻ ആരാണെന്ന് പറയാൻ ടിനി ടോം തയ്യാറായില്ല. ഇപ്പോൾ നടി വിൻസി അലോഷ്യസും കഴിഞ്ഞ ദിവസം പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഒടുവിൽ അവർ ആ നടൻ്റെ പേര് പറഞ്ഞിരിക്കുകയാണ്. ആ നടൻ ഷൈൻ ടോം ചാക്കോ തന്നെയാണെന്ന് കേരളം തിരിച്ചറിയുകയാണ്. എന്തായാലും ഈ പരാതി ലഭിച്ച സാഹചര്യത്തിൽ നടപടികളുമായി ഇനി മുന്നോട്ട് പോകേണ്ടതായി വരും. ഇനി ഈ അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വരാൻ സാധ്യതയുണ്ടോ സഹിൻ? ജയൻ ചേർത്തല അടക്കമുള്ള അമ്മയുടെ ഭാരവാഹികൾ ഇന്നലെ തന്നെ വിൻസിക്ക് വലിയ പിന്തുണ നൽകിയിരുന്നു. ആ പിന്തുണയുമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അമ്മ ഒരു പ്രതികരണം ഇതിൽ നടത്തേണ്ടതായി വരും. മറ്റൊന്ന് ഡയറക്ടേഴ്സ് യൂണിയനാണ്, ഫെഫ്ക യൂണിയനാണ്. ഫെഫ്ക യൂണിയനിലെ ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹം ഇത് സംബന്ധിച്ച് പ്രതികരിക്കേണ്ടതായി വരും. എന്തായാലും ഒരു നടൻ സെറ്റിൽ ലഹരി ഉപയോഗിച്ചു സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്ന് തന്നെയാണ് ഈ പരാതിയുടെ രത്നച്ചുരുക്കമെന്ന് പറയുന്നത്. ആ രത്നച്ചുരുക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും മറ്റു നടപടികളിലേക്ക് ആ പോലീസിനെ കടക്കേണ്ടതായി വരും. സേതു, നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ നേരത്തെ വിൻസി അലോഷ്യസ് സമൂഹ മാധ്യമങ്ങളിലൂടെ സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് താൻ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ ആരാണ് ഈ താരം, ആരിൽ നിന്നാണ് നടി ഈ ദുരനുഭവം നേരിടേണ്ടി വന്നത് എന്നെ സംബന്ധിച്ച ചർച്ചകളും നടക്കുകയായിരുന്നു. നടിക്ക് പൂർണ്ണ പിന്തുണയുമായി ഈ ഫിലിം ചേംബർ അടക്കം രംഗത്ത് വന്ന സാഹചര്യവുമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരമെന്ന് പറയുന്നത് ആ നടൻ അത് ഷൈൻ ടോം ചാക്കോ ആയിരുന്നു എന്ന് നടി വിൻസി അലോഷ്യസ് പറഞ്ഞിരിക്കുന്നു. നടിയുടെ പരാതി വന്നിരിക്കുന്നു. സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഫിലിം ചേംബറിനും സിനിമയുടെ ഇന്റേണൽ കംപ്ലൈന്റ് അതോറിറ്റിക്കും നടി വിൻസി അലോഷ്യസ് പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് സഹിൻ ആന്റണി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സഹിൻ, ഈ ഷൈൻ ടോം ചാക്കോ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനാകുന്നതൊന്നും ആദ്യത്തെ സംഭവമല്ല. ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് പുറമെ മറ്റ് പല താരങ്ങളുടെയും പേരുകളൊക്കെ കേട്ടിരുന്നു. ഈ പല താരങ്ങളും ഇപ്പോഴും ഈ പലതരത്തിലുള്ള ആരോപണ വിധേയരായി നിലനിൽക്കുന്നുമുണ്ട്. ഈ വിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഈ പരാതി ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഈ മറ്റ് ഏതെങ്കിലും തരം ആരോപണ വിധേയരായ മറ്റുള്ളവരിലേക്ക് കൂടി ഇനി കൂടുതൽ അന്വേഷണങ്ങൾ ഒക്കെ നടക്കാനുള്ള സാധ്യത കൂടിയല്ലേ തെളിയുന്നത്? സേതു, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഇത്തരത്തിലുള്ള ഒരു പരാതി ഇതുവരെ എക്സൈസിനോ പോലീസിനോ ലഭിച്ചിരുന്നില്ല. ഇത് ഒരു നടി തന്നെ തുറന്നു പറയുകയാണ്. തന്നോടൊപ്പം അഭിനയിച്ചപ്പോൾ ആ നടൻ അയാൾ മോശമായി പെരുമാറി, അത് ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ്. മറ്റൊന്ന് ഇയാൾ ഇതിൻ്റെ അതായത് അഭിനയിക്കുന്നതിന് മുൻപ്, ടേക്ക് പറയുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആക്ഷൻ പറയുന്നതിന് മുൻപ് റിഹേഴ്സൽ ചെയ്തപ്പോൾ ഇയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വായിൽ നിന്നും വെളുത്ത പൊടി വരികയാണ് എന്ന് പറയുന്നു. അതായത് കൊക്കൈൻ പോലെയുള്ള മുന്തിയ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നുള്ള സൂചന തന്നെയാണ് വിൻസി നൽകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനോ എക്സൈസിനോ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതായി വരും. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു നടൻ ഷൈൻ ടോം ചാക്കോയാണ്. മുൻപ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അന്ന് ആ കേസ് പിന്നീട് മുന്നോട്ട് പോവുകയും 5 സ്ത്രീകൾ, രേഷ്മ രംഗസ്വാമി, ബ്ലസി അടക്കമുള്ള 5 സ്ത്രീകൾ അന്ന് പിടിയിലാകുകയും ചെയ്തിരുന്നു. ഇവരെ എല്ലാവരെയും കുറ്റവിമുക്തരാണെന്ന് കണ്ടെത്തുകയായിരുന്നു
പിന്നീട് കോടതി അതിൽ തന്നെ കോടതിയുടെ സുപ്രധാനമായ വിധി ഉണ്ടായിരുന്നു. ആ വിധിയിൽ പറയുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ താരങ്ങൾ ആരും ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നല്ല, പകരം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയായിട്ട് തന്നെയാണ് കോടതി അതിനെ കാണിക്കുന്നത്. അതായത് ആ സമയത്ത് ലഹരി പിടികൂടുന്ന സമയത്ത് പോലീസ് നടത്തിയ നടപടികളിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അതായിരിക്കാം ഷൈൻ ടോം ചാക്കോന് അന്ന് രക്ഷയായതെങ്കിൽ അത് പിന്നീട് അദ്ദേഹം ആവർത്തിച്ചു എന്നുള്ളതിന് തെളിവായി ഇത് മാറുകയാണ്. ഇപ്പോൾ വിൻസിയുടെ ഈ പരാതി അങ്ങനെ തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ആലപ്പുഴയിൽ നിന്നുള്ള പരാതി വന്ന് ആഴ്ചകൾ മാത്രം പിന്നിടുമ്പോഴാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പുതിയൊരു പരാതി വരുന്നത്. അതും സിനിമ മേഖലയിൽ നിന്ന്, സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു നടി, ജനമറിയുന്ന ഒരു നടി, അവർ നന്നായി അഭിനയിക്കുന്ന ഒരു നടി, അവർ ഒരു പരാതി പറയുകയാണ്. ഒരുപക്ഷെ വിൻസിയുടെ തുടരുക. ഇപ്പോൾ നമുക്കിപ്പം അഭിനേത്രി മാലാ പാർവതി ചേരുന്നുണ്ട് ടെലിഫോണിൽ. ശ്രീമതി മാലാ പാർവതി, വിൻസി അലോഷ്യസ് ഒടുവിൽ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ നടൻ ഷൈൻ ടോം ചാക്കോ എന്ന് അറിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം എന്താണ് ഈ ഒരു വിഷയത്തിൽ? എന്തായാലും നന്നായി വിൻസി പേര് പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ വേറെ പലരിലേക്കും അഭ്യൂഹങ്ങളും ഇത് ആരാണ് എന്താണെന്നൊക്കെ ഉള്ള ഒരു കാര്യത്തിലേക്ക് പോവുമായിരുന്നു. മനുഷ്യര് പലവിധമാണ്, ആർട്ടിസ്റ്റുകളാണ് പലവിധമാണ്. ഷൈനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഷൈൻ്റെ ഒരു രീതിയും കാര്യവും ഒക്കെ ഒരു എന്താ അങ്ങനെ ഒരു ഇറ്റ് ഡസന്റ് മീൻ എനിത്തിങ് ബാഡ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവണം ചിലപ്പോ അപ്പോ അത് വിൻസിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് നമുക്ക് പരാതി പോയിരിക്കുകയാണ്. അതിന്റെ നിയമപരമായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ശ്രീമതി മാലാ പാർവതി, മറ്റ് ഇൻഡസ്ട്രി പോലെയല്ല, ഒരുപാട് പേർ, പലതരക്കാരായ ഒരുപാട് പേർ വരുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരു തൊഴിലിടം കൂടിയാണ് ഓരോ സിനിമ മേഖലയും. അപ്പോൾ ഈ നമ്മൾ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന പോലെയല്ല, ഒരാൾ വന്ന ഒരു പൊതുസ്ഥലത്ത് നിന്നിട്ട് അതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തലത്തിൽ ഇത്തരം തൊഴിലിടത്തിൽ എടുക്കേണ്ട എറ്റിക്കേറ്റുകളെ കുറിച്ച് ഇനിയും നമ്മൾ ഒരുപാട് ബോധവാന്മാരാവും. ശീലം കൊണ്ട് ആൾക്കാർ ചെയ്യുന്നതാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശീലം കൊണ്ടേ, എന്നുവെച്ചാൽ സിനിമയല്ലേ. ഈ നമ്മൾ ഒരുപാട് ശീലമുണ്ട്. ഇങ്ങനെ കോമഡി പറയാ, തമാശ പറയാം. ഇപ്പൊ കോമഡി എന്ന് പറയുന്നത് എന്താണ്, ഒരു തമാശ എന്ന് പറയുന്നത്, നർമ്മം എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള ഒരുപാട് വർഷത്തെ നമ്മുടെ ശീലം ഉണ്ട്. അപ്പൊ അത് ഇതിന്റെ ഒരു നേരിയ വരെയാണ്. ഒരു കോമഡി ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ, ഒരാളെ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ക്രൈമായി മാറും. മനസ്സിലായില്ലേ? അപ്പൊ അത് എങ്ങനെയാണ് പറഞ്ഞത്, അത് പറഞ്ഞത് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനോ അത് അപ്പോളജൈസ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം കാണിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരസ്പരമുള്ള ബേസിക് ഇന്ററാക്ഷനിൽ തെറ്റുപറ്റി പോകുന്നത് ഗുരുതരമായ പ്രശ്നം ആണ്, അല്ലേ? തീർച്ചയായും ഒരു ക്രൈം തന്നെയാണ്. കാരണം ഈ പ്രത്യേകിച്ച് ഈ ഇപ്പോഴത്തെ ഘട്ടത്തിൽ, ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യം അറിയാലോ ശ്രീമതി മാലാ പാർവതി, ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്രൈമുകൾ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഈ സിനിമാ സെറ്റിൽ നിന്ന് തന്നെ സമൂഹത്തിന് ഒരു വലിയ രീതിയിലൊക്കെ മാതൃകയാകുന്ന, അല്ലെങ്കിൽ സമൂഹം വലിയ രീതിയിൽ പ്രചോദനം കൊള്ളുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല. അപ്പോൾ ഈ താരങ്ങൾ തന്നെ ഇത്തരത്തിൽ വരുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിന് നൽകുന്ന, യുവാക്കൾക്ക് നൽകുന്ന സന്ദേശം കൂടി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അല്ല, ഇതിപ്പോ എന്തായാലും കുട്ടി കേസ് കൊടുത്തില്ലേ? ആ കേസ് കൊടുത്തില്ലേ? അത് അതിന്റെ രീതി നടക്കട്ടെ. അല്ല എന്താ നമ്മള് പറയാ. ശരി, വളരെയധികം നന്ദി ശ്രീമതി മാലാ പാർവതി പ്രതികരിച്ചതിന്. വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ ഇപ്പോൾ താരത്തിനെതിരെ നടപടിക്ക് ഈ ഒരുങ്ങിയിരിക്കുന്നു വിൻസി അലോഷ്യസ്. ഇപ്പോൾ ഫിലിം ചേംബറിനും ഒപ്പം സിനിമയുടെ ഇന്റേണൽ കംപ്ലൈന്റ് അതോറിറ്റിക്കുമാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വിൻസി അലോഷ്യസ് പരാതി നൽകിയിരിക്കുന്നത്. സഹിൻ ആന്റണി തുടരുന്നുണ്ട് നമുക്കൊപ്പം. സഹിൻ, ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നടപടികൾ എങ്ങനെയാകും? നടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കൽ അങ്ങനെയായിരിക്കും ആദ്യഘട്ടം, അല്ലേ? തീർച്ചയായിട്ടും നടപടികളിലേക്ക് പോകേണ്ടതായി വരും. സ്വാഭാവികമായും ഇത്തരം പരാതികൾ ലഭിക്കുകയാണെങ്കിൽ അതിൽ ആ പരാതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇന്റേണൽ കംപ്ലൈൻറ്റ് അതോറിറ്റിക്കോ അതുപോലെ മറ്റ് ഏജൻസികൾക്കോ കഴിയില്ല. ഇന്റേണൽ കംപ്ലൈൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു സിനിമാ സെറ്റിൽ പ്രത്യേകിച്ചും സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടന കൂടിയാണ്. അത് എല്ലാ സിനിമാ സെറ്റുകളിലും ഇന്റേണൽ കംപ്ലൈൻറ്റ് അതോറിറ്റി വേണം എന്നുള്ള ഒരു ആവശ്യം കൂടി നിലനിൽക്കുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി കൂടി വന്നിരിക്കുന്നത്. അങ്ങനെ പരാതി വരികയാണെങ്കിൽ സ്വാഭാവികമായി രണ്ട് നടപടികളാണ് അവർക്ക് സ്വീകരിക്കാൻ കഴിയുക. ഒന്ന്, ഇത് സംബന്ധിച്ചുള്ള തെളിവെടുപ്പ് നടത്താം. പിന്നീട് ഈ തെളിവെടുപ്പിൽ എന്ത് വ്യക്തമാകുന്നു അത് പോലീസിന് കൈമാറുകയും ചെയ്യാം. മാത്രമല്ല ഈ പരാതി എന്തായാലും ഇവർ പോലീസിന് കൈമാറേണ്ടതായി വരും. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫിലിം ചേംബറിനും ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയും ഫിലിം ചേംബറിനും പോലീസിന് കൈമാറേണ്ടതായി വരും. പിന്നീട് പോലീസും എക്സൈസിന് ഈ പരാതി ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള പരിശോധനകൾ ആവശ്യമായിട്ടുള്ള ഒരു പരാതി തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് ഇന്റലിജൻസും ഈ വിഷയത്തിൽ അന്വേഷണം തുടങ്ങിയതാണല്ലോ വിവരം.
സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ഇൻ്റലിജൻസ് ഒക്കെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം വരും. ഇത്തരത്തിലുള്ള ഒരു നടിയുടെ പരാതിയാണ് നിലനിൽക്കുന്നത്. അതും ആ സിനിമയിൽ അറിയപ്പെടുന്ന ഒരു നടി, അവരൊരു പരാതി പറയുന്നു. സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു നടൻ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ക്ഷമിക്കണം തന്നോട് മോശമായി പെരുമാറി എന്നുള്ളതാണ്. വെറുതെ മോശമായി പെരുമാറിയെന്നല്ല, ലഹരി ഉപയോഗിച്ചുകൊണ്ട്. ആ പദമാണ് അവിടെ പ്രധാനമെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ലഹരി ആരോപണങ്ങൾ പല നടന്മാർക്കുമെതിരെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കൂടാതെ ഈ ഷൈൻ ടോം ചാക്കോ 3 ആഴ്ച പോലുമായിട്ടുള്ള ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒരു പരാതി വന്നിട്ട് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയപ്പോൾ അതിലെ പ്രതികൾ തന്നെ ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ബാസിയുടെ പേര് പറഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം ഷൈനോട് ചോദിച്ചപ്പോൾ അന്ന് ഷൈൻ പറഞ്ഞത് എൻ്റെ പേര് ആരാണ് പറഞ്ഞത് എന്നുള്ളതായിരുന്നു. എന്തായാലും ഷൈൻ്റെ പേര് ഇപ്പോൾ നടി വിൻസി തന്നെ പറഞ്ഞിരിക്കുന്നു. ലഹരി ഉപയോഗിച്ചുകൊണ്ട് തന്നോട് മോശമായി പെരുമാറി, വെളുത്ത പൊടി സംസാരിക്കുമ്പോൾ വായിൽ നിന്നും പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ഷൈൻ ടോം ചാക്കോ ഇതിന് കൃത്യമായ മറുപടി പറയേണ്ടതായി വരും. പോലീസിന് മുമ്പിലും ബന്ധപ്പെട്ട അതോറിറ്റിക്ക് മുൻപിലും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ഷൈനിനെ വ്യക്തമാക്കേണ്ടതായി വരും. അതിന് മുന്നോടിയായി ഇൻ്റേണൽ കംപ്ലയിൻറ്റ് അതോറിറ്റി വിൻസിയിൽ നിന്നും കാര്യങ്ങൾ കേൾക്കണം. മാത്രമല്ല ഈ പരാതി പോലീസിന് ഇൻ്റേണൽ കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് കൈമാറേണ്ടതായും വരും. എവിടെയായിരുന്നു ഈ സംഭവം നടന്നത്, അവിടെയുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പരാതി കൈമാറേണ്ടതായി വരും. തീർച്ചയായും സഹിൻ, എവിടെയാണ്, എന്താണ്, എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഇനി വ്യക്തത വരേണ്ടത്. സഹിൻ, ഇപ്പോൾ ഈ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫിലിം ചേംബറിന്റെ ഒക്കെ ഒരു അടിയന്തര യോഗം പ്രതീക്ഷിക്കാമോ? അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ടതായി വരും. ഇത് അവധി ദിവസങ്ങളാണ്, പക്ഷേ അതൊന്നും ഇത്തരം പരാതികളെ ബാധിക്കില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഈ വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ ഫിലിം ചേംബർ അടിയന്തര യോഗം ചേർന്ന് നടപടികളിലേക്ക് ഇനി മുന്നോട്ട് പോകേണ്ടതായി വരും. അത് പ്രൊഡ്യൂസർമാരും നിർമ്മാതാക്കളും എല്ലാവരും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒരു തീരുമാനത്തിലേക്ക് കൈക്കൊള്ളേണ്ടതായി വരും. പ്രത്യേകിച്ചും ഈ സ്ത്രീകൾക്കെതിരെ ആക്ഷേപങ്ങൾ, പീഡനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം OTT-യിൽ പോലും അവരുടെ ചിത്രങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവില്ല. OTT പ്ലാറ്റ്ഫോമുകൾ പോലും അവരുടെ ചിത്രങ്ങൾ വാങ്ങില്ല എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇതൊക്കെ നിർമ്മാതാക്കളെ ആശങ്കയിലാക്കും. അപ്പോൾ ഷൈൻ്റെ സിനിമകൾ സംബന്ധിച്ച ഒരു തീരുമാനം അവർക്ക് എടുക്കേണ്ടതായി വരും. എന്തായാലും ഇപ്പോൾ പരാതി ഇനി ഇൻ്റേണൽ കംപ്ലയിൻറ്റ് അതോറിറ്റി അത് പോലീസിന് കൈമാറിയിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇനി പരിശോധിക്കേണ്ടത്. തീർച്ചയായും സഹിൻ, അതിലേക്ക് തന്നെ ഞാൻ വരികയായിരുന്നു. ഇപ്പോൾ ഈ നിലവിൽ വിൻസി അലോഷ്യസ് താരത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഫിലിം ചേംബറിനും അതുപോലെ തന്നെ സിനിമയുടെ ഇന്റേണൽ കംപ്ലയിൻറ്റ് അതോറിറ്റിക്കുമാണ്. ഇപ്പോൾ ഒരു പോലീസ് നടപടിയിലേക്ക് അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ നടി ഇനി പോലീസിലേക്ക് നേരിട്ട് പരാതി നൽകേണ്ടതുണ്ടോ, അതോ ഇനി ഇവർ ഈ പരാതി അങ്ങോട്ട് കൈമാറണമോ? അതിനി എങ്ങനെയാണ് ആ ഒരു നടപടിക്രമം? സേതു, ഇനി നടി പോലീസിൽ പരാതി നേരിട്ട് നൽകേണ്ടതില്ല. അതിനാണ് ഇൻ്റേണൽ കംപ്ലയിൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു സെല്ലുള്ളത്. ഒരു സ്ത്രീ അവരുടെ തൊഴിലിടത്തോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലോ തൊഴിലിടത്ത് അവർ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അധിക്ഷേപത്തിന് വിധേയമാകുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അധിക്ഷേപത്തിന് വിധേയമാകുകയാണെങ്കിൽ അവർക്ക് ഇൻ്റേണൽ കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് ഇത് സംബന്ധിച്ചുള്ള പരാതി കൈമാറാവുന്നതാണ്. ഇൻ്റേണൽ കംപ്ലയിൻറ്റ് അതോറിറ്റി അത് ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ ആ പരാതി പോലീസിന് കൈമാറുകയും ചെയ്യണം. അല്ലെങ്കിൽ തന്നെ ഈ നടി ആവശ്യപ്പെട്ടില്ലെങ്കിലും ഇവരെ ഇൻ്റേണൽ കംപ്ലയിൻറ്റ് അതോറിറ്റി ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആക്ഷേപമാണ്, ലഹരി ഉപയോഗിച്ചെന്നുള്ളൊരു ആക്ഷേപമാണ്. അങ്ങനെ ഒരു ആക്ഷേപം വന്നു കഴിഞ്ഞാൽ അത് ഇൻ്റേണൽ കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയുകയില്ല. അത് പോലീസിന് കൈമാറേണ്ടതായി വരും. ഇത് ചെറിയൊരു ആക്ഷേപമല്ല, ഒരു സെറ്റിൽ നടന്ന ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഒരു വാഗ്വാദമോ മറ്റൊന്നുമല്ല. ഒരു നടി പറയുകയാണ് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരു നടൻ തന്നോട് തൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറി എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും 2 കുറ്റങ്ങളാണ് ഇതിൽ നിലനിൽക്കുന്നത്. ഒന്ന്, ലഹരി ഉപയോഗിച്ച് സ്ത്രീകളോട് മോശമായി പെരുമാറുക എന്നുള്ളത്. മറ്റൊന്ന്, സ്ത്രീത്വത്തെ അപമാനിക്കുക, അവരുടെ സ്ത്രീത്വത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത്. ഈ 2 കുറ്റങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇൻ്റേണൽ കംപ്ലയിൻറ്റ് സെല്ലിന് ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയുകയില്ല. ഈ പരാതി പോലീസിന് കൈമാറേണ്ടതായി വരും. പോലീസ് ഇത് സംബന്ധിച്ച പ്രാഥമികമായ പരിശോധനകൾ നടത്തേണ്ടതായി വരും. അതിന് മുന്നോടിയായി തന്നെ പോലീസിന് ഇത്തരത്തിലുള്ള ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ FIR രജിസ്റ്റർ ചെയ്യണം. കാരണം സ്ത്രീകളുടെ പരാതിയിൽ നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. സ്ത്രീകൾ ഒരു പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ കയ്യിൽ വെച്ചിട്ടിരുന്ന പോലീസിനോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾക്കോ അത് കയ്യിൽ വെച്ചിട്ടിരിക്കാനുള്ള സാധ്യതയില്ല. കാരണം 24 മണിക്കൂറിനുള്ളിൽ അത് ഒരു നടപടിയിലേക്ക് നീങ്ങിയില്ലെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥനാരാണോ അല്ലെങ്കിൽ അത് ആ ഏജൻസി ഏതാണോ അവർക്കെതിരെ നടപടിയുമായി ഈ പറയുന്ന ഒരു സ്ത്രീക്ക് നീങ്ങാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ തൊഴിലിടങ്ങളിലും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ് ICIC വേണം എന്ന് സിനിമയിലും വേണമെന്നുള്ള ഒരു കർശന തീരുമാനമുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെ സിനിമാ സെറ്റുകളിൽ ICIC ഉണ്ട്. ഈ ICIC തന്നെയാണ് ഇപ്പോൾ ഇൻ്റേണൽ കംപ്ലയിൻറ്റ്
കംപ്ലൈൻറ്റ് അതോറിറ്റി, ഇന്റേണൽ കംപ്ലൈൻറ്റ് സെല്ലിന് സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയുടെ സെല്ലിന് ഒരു പരാതി ലഭിച്ചിരിക്കുന്നു. അത് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയുള്ള ഗുരുതരമായ പരാതി. നടൻ ലഹരി ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ തന്നോട് പെരുമാറിയെന്ന് ഒരു നടി തന്നെ നവമാധ്യമങ്ങളിലൂടെ പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, അത് പറഞ്ഞതിന് ശേഷം അവർ ഇത് സംബന്ധിച്ച ഫിലിം ചേംബറിനും ICCക്കും പരാതിയും നൽകിയിട്ടുണ്ട്. എന്തായാലും ആ പരാതി ഇനി ഇവർക്ക് വ്യക്തമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് നടി വിൻസി അലോഷ്യസ്. കഴിഞ്ഞ ദിവസം വിൻസി അലോഷ്യസ് തന്റെ സമൂഹ മാധ്യമത്തിലൂടെ തന്നെ താൻ നേരിട്ട ഒരു ദുരനുഭവത്തെക്കുറിച്ച്, ഒരു നടൻ, ഈ സിനിമയിലെ പ്രധാന താരം തന്നോട് ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് വിൻസി അലോഷ്യസ് തുറന്നു പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ ആരായിരുന്നു ആ നടൻ എന്ന രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഈ ഫിലിം ചേംബർ അടക്കം, അമ്മയടക്കം ഇക്കാര്യത്തിൽ ഈ നടിയോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഫിലിം ചേംബറിനും സിനിമയുടെ ഇന്റേണൽ കംപ്ലൈന്റ് അതോറിറ്റിക്കും നടി വിൻസി അലോഷ്യസ് ആ താരം ഷൈൻ ടോം ചാക്കോയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്.